നമസ്കാരം. മീഡിയ സ്റ്റാർ തുടങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സൗദി ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങൾ ഖത്തറിന് മുന്നിൽ വെച്ച 13 നിബന്ധനകളിൽ വർധനവ് വരുത്തിയേക്കുമെന്ന് സൗദി റോയൽ കോർട്ട് ഉപദേഷ്ടാവ് സൂദ് അൽ ഹഖ്താനി പറഞ്ഞു. മേഖലയിലെ രാജ്യങ്ങളോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഖത്തർ പുനരാലോചിക്കേണ്ടതുണ്ട്. 4 രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിബന്ധനകളെക്കുറിച്ചാണ് ഖത്തർ പ്രതികരിക്കേണ്ടതെന്നും അൽ ഹഖ്താനി ട്വീറ്റ് ചെയ്തു. വിദേശികൾക്കെതിരെ കടുത്ത നിലപാടുമായി കുവൈത്ത് പാർലമെന്റ് അംഗം. പാർലമെന്റിലെ ഏക വനിതാ അംഗമായ സഫ അൽ ഹാഷിമാണ് കുടിയേറ്റ നിയമത്തിൽ കാതലായ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. വിദേശികൾക്ക് കുവൈത്തിൽ 10 വർഷത്തിൽ കൂടുതൽ താമസാനുമതി നൽകരുതെന്നും MP ആവശ്യപ്പെട്ടു. വിദേശികളുടെ എണ്ണം സ്വദേശികളുടെ 3 ഇരട്ടിയായി വർദ്ധിച്ച സാഹചര്യത്തിൽ കുടിയേറ്റ നിയമത്തിൽ കാതലായ ഭേദഗതികൾ വരുത്തി തൊഴിൽ വിപണി ക്രമീകരിക്കണമെന്നാണ് പാർലമെന്റ് അംഗത്തിന്റെ ആവശ്യം. ഒരു വിദേശിക്ക് പരമാവധി കുവൈത്തിൽ താമസിക്കാവുന്ന കാലപരിധി 10 വർഷമായി പരിമിതപ്പെടുത്തുക, വിദേശ റിക്രൂട്ട്മെന്റ് നിരുത്സാഹപ്പെടുത്തുന്നതിനായി സ്പോൺസർമാരിൽ നിന്ന് ഈടാക്കുന്ന ഫീസ് നിരക്കുകളിൽ 100% വർധന നടപ്പാക്കുക, പ്രൊജക്ട് വിസയിലെത്തുന്ന വിദേശികളെ പദ്ധതി പൂർത്തിയാകുന്ന ഉടൻ തിരിച്ചയക്കുക, പദ്ധതി അവസാനിച്ചിട്ടും വിദേശികളെ നാട്ടിലയക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് MP സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത്. റിക്രൂട്ടിംഗ് ഫീസ് വർധനയിൽ നിന്ന് ഗാർഹിക ജോലിക്കാരെ ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എന്നിവരല്ലാത്തവർക്ക് ആശ്രിത വിസ അനുവദിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വിദേശികളുടെ ആധിക്യം കാരണം സ്വദേശികൾക്ക് അവരാഗ്രഹിക്കുന്ന തൊഴിൽ മേഖലകളിലെത്താൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. നിയമപരിഷ്കരണത്തിലൂടെയും ആസൂത്രണത്തിലൂടെയും തൊഴിൽ വിപണിയിൽ സന്തുലനം വരുത്താൻ വൈകരുതെന്നും കരട് നിർദ്ദേശത്തിൽ MP കൂട്ടിച്ചേർത്തു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സാമ്പത്തിക മാന്ദ്യവും ഉയരുന്ന ജീവിത ചെലവും കാരണം കഴിഞ്ഞ വർഷം ഒമാനിൽ നിന്ന് വിദേശത്തേക്കുള്ള പണമൊഴുക്ക് കുറഞ്ഞതായി ഒമാൻ സെൻട്രൽ ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ട്. ഒമാനിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾ ധനവിനിമയ സ്ഥാപനങ്ങൾ വഴി തങ്ങളുടെ മാതൃരാജ്യത്തേക്ക് അയച്ച പണത്തിൽ 6.5% കുറവാണ് 2015 അപേക്ഷിച്ചുണ്ടായതെന്ന് റിപ്പോർട്ട് പറയുന്നു. 2015 4.2 ശതകോടി റിയാലായിരുന്ന തുക 3.95 ശതകോടി റിയാലായാണ് കഴിഞ്ഞ വർഷം കുറഞ്ഞത്. 2010 ക്രമമായ വളർച്ചയാണ് വിദേശത്തേക്ക് അയക്കുന്ന പണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. കുറഞ്ഞ വേതനക്കാരായ തൊഴിലാളികളുടെയാണ് വിദേശത്തേക്ക് ഒഴുകുന്ന പണത്തിൽ കൂടുതലും. ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് ബംഗ്ലാദേശികളാണ് ഒമാനിൽ ജോലി ചെയ്യുന്നവരിൽ കൂടുതൽ പേരും. ഇന്ത്യക്കാരാണ് രണ്ടാമത്. കഴിഞ്ഞ വർഷം സ്വകാര്യ മേഖലയിൽ വിദേശികൾക്കാണ് കൂടുതൽ ജോലി ലഭിച്ചതെന്നും സെൻട്രൽ ബാങ്കിന്റെ അവലോകന രേഖകൾ പറയുന്നു. പ്രവാസികളുടെ തൊഴിൽ ലഭ്യത 9.3% വർദ്ധിച്ചപ്പോൾ സ്വദേശികളുടേതിൽ 6.4% വർധനവ് മാത്രമാണ് ഉണ്ടായത്. സർക്കാർ മേഖലയിലും വിദേശികൾക്കാണ് കഴിഞ്ഞ വർഷം കൂടുതൽ തൊഴിൽ ലഭിച്ചത്. വിദേശി തൊഴിൽ ലഭ്യതയിൽ 5.6% വർധനവാണ് ഉണ്ടായത്. സ്വദേശി വിഭാഗത്തിലെ തൊഴിൽ ലഭ്യതയിലുണ്ടായത് 0.6% വർധനവാണ്. പൊതുമേഖലയിലെ തൊഴിൽ ലഭ്യതയിൽ 2015 അപേക്ഷിച്ച് നോക്കുമ്പോൾ 1.6% വർധനവ് മാത്രമാണ് ഉണ്ടായത്. മീഡിയ 1, മസ്കത്ത്. ദുബായിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും 6 മാസത്തിനകം ഭിന്നശേഷി സൗഹൃദമാക്കാൻ നിർദ്ദേശം. ദുബായ് ഹെൽത്ത് അതോറിറ്റിയാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. സ്വകാര്യ ആശുപത്രികളടക്കം മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും അവരുടെ സൗകര്യങ്ങൾ ശാരീരിക വ്യതിയാനമുള്ളവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധം മാറ്റിപ്പണിയണം. ഭിന്നശേഷി സൗഹൃദമല്ലാത്ത മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങൾക്കുമെതിരെ 6 മാസത്തിനു ശേഷം അച്ചടക്ക നടപടിയുണ്ടാകുമെന്നാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ദുബായ് ആഗോള ഡിസൈൻ കോഡ് പ്രകാരമാണ് കെട്ടിടങ്ങൾ തയ്യാറാക്കേണ്ടത്. വീൽചെയറുകൾ, എളുപ്പം കയറാൻ സഹായകമായ റാമ്പ്, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ ഉൾപ്പെടെ ഇവർക്ക് സുഗമമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയിലും ആകൃതിയിലും അടിമുടി മാറ്റം വരുത്തണം. ഭിന്നശേഷി സൗഹൃദമല്ല എന്നത് സ്ഥാപനങ്ങളുടെ അനുമതികൾ റദ്ദാക്കപ്പെടാനും പുതുക്കി നൽകാതിരിക്കാനും കാരണമാകും. നിലവിലുള്ള സ്ഥാപനങ്ങളിലും നിർമ്മാണത്തിനൊരുങ്ങുന്ന സ്ഥാപനങ്ങളിലും സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. ശാരീരിക വ്യതിയാനമുള്ളവരെ ദൃഢചിത്തർ എന്ന് വിളിക്കണമെന്നും അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് പൊതുസ്ഥാപനങ്ങൾ സജ്ജമാക്കണമെന്നുമുള്ള ദേശീയ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മീഡിയ 1, ദുബായ്. അബുദാബി നഗരത്തിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 9 മാസം റോഡുകൾ അടച്ചിടുമെന്ന് നഗരസഭ അറിയിച്ചു. ഈ മാസം മുതൽ അടുത്ത വർഷം മാർച്ച് വരെയാണ് അൽസാഹിയ മേഖലയിലെ റോഡുകൾ അടച്ചിടുക. നവീകരണ ജോലിക്കായി റോഡുകൾ അടച്ചിടുന്നതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി നഗരസഭയും പോലീസും മുന്നറിയിപ്പ് നൽകി. അൽസാഹിയ മേഖല, 10th സ്ട്രീറ്റ് എന്നിവിടങ്ങളിൽ ആദ്യഘട്ട ജോലികൾക്കായി റോഡ് കഴിഞ്ഞ ദിവസം അടച്ചു. സെക്ടർ E14 താമസ മേഖലയിലേക്കുള്ള യാത്രയെ ഇത് ബാധിക്കും. ഗതാഗതം അൽഫിർദൌസ് സ്ട്രീറ്റിലേക്ക് തിരിച്ചുവിടും. റോഡ് അടച്ചിടുന്ന കാലയളവിൽ ഇവിടെ 2-വേ ഗതാഗത സംവിധാനമാണ് ഉണ്ടാവുക. രണ്ടാം ഘട്ടത്തിൽ ടൂറിസ്റ്റ് ക്ലബ് മേഖലയിൽ ഈ മാസം 31 മുതലാണ് റോഡ് അടച്ചിടുക. നിർമ്മാണം നടക്കുമ്പോൾ അൽഫിർദൌസ് സ്ട്രീറ്റിൽ നിന്ന് ബീച്ച് റോട്ടാന, അബുദാബി മാൾ, ലെമറിഡിയൻ, സെക്ടർ E14 താമസ മേഖല എന്നിവിടങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ പകരം സംവിധാനമൊരുക്കും. അടുത്ത വർഷം മാർച്ച് വരെ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മീഡിയ 1, അബുദാബി.
വേതന വർധന ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി വെൽഫെയർ കേരള കുവൈത്ത്. നഴ്സിംഗ് സമരമുയർത്തുന്ന ചോദ്യങ്ങൾ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഫർവാനിയ ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വെൽഫെയർ കേരള വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഴ്സുമാർക്ക് സുപ്രീം കോടതി നിശ്ചയിച്ച വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ സർക്കാർ ഇടപെടണമെന്നും കേരളത്തിന്റെ ആരോഗ്യമേഖല സ്തംഭിക്കുന്ന രീതിയിലേക്ക് സമരം നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്നും സംഗമം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വനിതാ വിഭാഗം കൺവീനർ മഞ്ജു മോഹൻ പ്രമേയം അവതരിപ്പിച്ചു. അനിയൻ കുഞ്ഞ് അധ്യക്ഷനായിരുന്നു. അൻവർ സെയ്ദ്, സത്താർ കുന്നിൽ, കീർത്തി സുമേഷ്, ജോർജ് പോൾ, ഷൌക്കത്ത് വളാഞ്ചേരി, മജീദ് നരിക്കോടൻ എന്നിവർ സംസാരിച്ചു. വിനോദ് പെരേര സ്വാഗതവും ഗിരീഷ് വയനാട് നന്ദിയും പറഞ്ഞു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ ദുബായ് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഇല്ലാത്ത അവകാശവാദങ്ങളുമായി നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കുറിച്ച് അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. ഹാർഡിംഗ് ക്യാപിറ്റൽ ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡേവിഡ് ഹാർഡിംഗിനെതിരെയും മസ്യാദ് ക്യാപിറ്റൽ LLC എന്ന സ്ഥാപനത്തിനെതിരെയുമാണ് ദുബായ് ഫിനാൻസ് സർവീസസ് അതോറിറ്റിയുടെ ഏറ്റവും പുതിയ ജാഗ്രതാ നിർദ്ദേശം. നിക്ഷേപ രംഗത്തുള്ളവരും പൊതുജനങ്ങളും ഡേവിഡ് ഹാർഡിംഗ് എന്ന വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെയും സേവനങ്ങൾ തേടുന്നത് ഒഴിവാക്കണം. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെന്ററിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് തന്റേതെന്ന് അവകാശപ്പെട്ടാണ് ഇദ്ദേഹം സേവനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിനും സ്ഥാപനത്തിനും DIFCയിൽ ഓഫീസില്ല. ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി ഇദ്ദേഹത്തിന് ലൈസൻസും നൽകിയിട്ടില്ലെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഇദ്ദേഹം ഇപ്പോഴും UAEയിൽ ഉണ്ടാകാം. സാമ്പത്തിക സേവനങ്ങൾ മുന്നോട്ട് വയ്ക്കാനും സാധ്യതയുണ്ടെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. മസ്യാദ് ക്യാപിറ്റൽ എന്ന സ്ഥാപനം DIFCയിൽ ലൈസൻസും അംഗീകാരവുമുണ്ടെന്ന വ്യാജ രേഖയുണ്ടാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ രേഖയിൽ പറയുന്ന ലൈസൻസ് നമ്പർ മറ്റൊരു സ്ഥാപനത്തിന്റേതാണ്. ഇത്തരം സ്ഥാപനങ്ങളുടെ ഉപദേശം സ്വീകരിക്കുകയോ പണമിടപാട് നടത്തുകയോ പാടില്ലെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മീഡിയ വൺ, ദുബായ്. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ നിരക്ക് പുനഃക്രമീകരിക്കാൻ ആലോചിക്കുന്നതായി കുവൈത്ത് ആരോഗ്യമന്ത്രി ഡോക്ടർ ജമാൽ അൽ ഹർബി. രോഗങ്ങൾ, അവയ്ക്കു നൽകുന്ന ചികിത്സ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത നിരക്കുകൾ ഏർപ്പെടുത്താനാണ് ആലോചന. സന്ദർശന വിസയിലുള്ളവരുടെ ചികിത്സാ നിരക്ക് വർധന ഈ മാസം തന്നെ പ്രാബല്യത്തിലാകുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ ക്ലിനിക്കുകളിൽ 1 ദിനാറും ആശുപത്രികളിൽ 2 ദിനാറുമാണ് വിദേശികളിൽ നിന്ന് ഈടാക്കുന്നത്. ഇതിനു പകരം ഓരോ കേസും പ്രത്യേകം പരിഗണിച്ച് ഫീസ് ഈടാക്കുന്നതിനെക്കുറിച്ചാണ് പഠനം നടക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. 5 ദിനാർ മുതൽ 10 ദിനാർ വരെ ഈടാക്കാനാണ് ആലോചന. മാനുഷിക പരിഗണന വേണ്ട ചില കേസുകളിൽ ഇളവ് നൽകുന്നതും പരിഗണനയിലുണ്ട്. ജലദോഷം മുതൽ ഗുരുതര രോഗങ്ങൾ വരെയുള്ളവയുടെ ചികിത്സക്ക് ഒരേ നിരക്കാണ് നിലവിൽ ഈടാക്കുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ സമീപിക്കാവുന്ന അസുഖങ്ങൾക്ക് പോലും ആളുകൾ ആശുപത്രിയിലെത്തുന്നത് ഡോക്ടർമാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും ജോലിഭാരം വർദ്ധിപ്പിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലെത്തുന്നവരിൽ 60% ഇത്തരത്തിലുള്ളവരാണെന്നും പ്രതിദിനം 1000 രോഗികളെ വരെ ഒരു ഡോക്ടർക്ക് പരിശോധിക്കേണ്ട സ്ഥിതിയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വിദേശികളായ ഔട്ട് പേഷ്യന്റ് രോഗികളിൽ നിന്ന് ഓരോ സന്ദർശനത്തിനും 2 ദിനാർ ഫീസ് ഈടാക്കുന്നതും ആലോചനയിലുണ്ട്. സന്ദർശക വിസയിലെത്തുന്നവരുടെ ആരോഗ്യ സേവന ഫീസ് വർധന ഈ മാസം തന്നെ പ്രാബല്യത്തിലാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. റിയാദിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള പുരാതന ചരിത്ര പ്രദേശമായ ഉഷൈഖറിൽ മാന്യമായി വസ്ത്രം ധരിക്കാതെ കറങ്ങിയ വനിതയെ പോലീസ് പിടികൂടി. ഉറ്റവരോടൊപ്പം ഉഷൈഖറിലെത്തിയ ഇവർ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. രാജ്യത്തിന്റെ സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച ഇവരുടെ ദൃശ്യങ്ങൾ വിവാദത്തിന് കാരണമായ സാഹചര്യത്തിലാണ് പോലീസ് നടപടി. സെപ്റ്റംബർ 3 മുതൽ നടപ്പാക്കുന്ന നിതാഖത്തിന്റെ പുതിയ ഘട്ടത്തിലെ സ്ഥാപനങ്ങളുടെ തരംതിരിക്കൽ വിശദാംശങ്ങൾ സൗദി തൊഴിൽ മന്ത്രാലയം പുറത്തുവിട്ടു. 69 പ്രധാന തൊഴിൽ മേഖലകളിലെ 2484 തസ്തികകളെയാണ് ഓരോ ഇനത്തിലും 36 വീതം അനുപാതം നിശ്ചയിച്ച് തരംതിരിച്ചത്. ഓരോ മേഖലയിലും സ്വദേശിവൽക്കരണം നടപ്പാക്കുമ്പോൾ കമ്പനികളെത്തുന്ന കാറ്റഗറിയെ പ്ലാറ്റിനം, കടുംപച്ച, ഇടത്തരം പച്ച, ഇളം പച്ച, മഞ്ഞ, ചുവപ്പ് എന്നിങ്ങനെ 6 വർണ്ണങ്ങളായാണ് സൗദി തൊഴിൽ മന്ത്രാലയം തരംതിരിച്ചിട്ടുള്ളത്. സ്വദേശിവൽക്കരണ തോത് കൂടുതലായ മൊബൈൽ ഫോൺ മേഖലയിൽ ചെറുകിട സ്ഥാപനത്തിൽ പോലും ഇളംപച്ചയിലെത്തണമെങ്കിൽ 93% സ്വദേശികളെ നിയമിക്കണം. എന്നാൽ സ്വദേശിവൽക്കരണ തോതിൽ ഏറ്റവും കുറവുള്ള പെട്രോൾ സ്റ്റേഷൻ മേഖലയിൽ ഇത് 7% മാത്രമാണ്. ഈ മേഖലയിൽ 32% സ്വദേശിവൽക്കരണം നടപ്പാക്കിയാൽ കമ്പനി പ്ലാറ്റിനം ഗണത്തിലായി ഉയരും. സ്ത്രീകളുടെ സ്കൂളിൽ ചെറിയ സ്ഥാപനത്തിന് പോലും ഏറ്റവും കുറഞ്ഞത് 80% സ്വദേശിവൽക്കരണം നിർബന്ധമാണ്. അതേസമയം വിദേശ സിലബസുള്ള സ്കൂളിൽ ചുരുങ്ങിയത് 16%, കൂടിയത് 41%. പെട്രോൾ വാതക മേഖലയിൽ ചുരുങ്ങിയത് 18%, കൂടിയത് 91%. നിർമ്മാണ മേഖലയിൽ 9 മുതൽ 22% വരെയാണ് സ്വദേശി അനുപാതം. ടാക്സി മേഖലയിൽ 11 മുതൽ 45% വരെയും. വൈമാനിക മേഖലയിൽ 20 മുതൽ 63% വരെയാണ് ആവശ്യമായ സ്വദേശിവൽക്കരണ തോത്. മീഡിയ വൺ, റിയാദ്.
35,000 ഇന്ത്യൻ തീർത്ഥാടകരുടെ ഹജ്ജ് വിസ ഇഷ്യൂ ചെയ്തതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് പറഞ്ഞു. ഈ മാസം 24 മുതൽ പുണ്യഭൂമിയിലെത്തുന്ന ഇന്ത്യൻ ഹാജിമാരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും അദ്ദേഹം മീഡിയ വണിനോട് പറഞ്ഞു. തീർത്ഥാടകർക്ക് സേവനം ചെയ്യാൻ ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഉദ്യോഗസ്ഥരിൽ പകുതി പേരും ജിദ്ദയിലെത്തി. ഹാജിമാർക്കുള്ള മൊബൈൽ സിം കാർഡുകൾ നാട്ടിൽ നിന്ന് വിതരണം ചെയ്യും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കീഴിലെ 1,25,000 തീർത്ഥാടകരിൽ 35,000 പേരുടെ ഹജ്ജ് വിസ മുംബൈയിലെ സൗദി കോൺസുലേറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്തു. ഇതുവരെയായി ഏറ്റവും കൂടുതൽ വിസ ഇഷ്യൂ ചെയ്തത് ഇന്ത്യൻ തീർത്ഥാടകരുടേതാണെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് വരെയുള്ള കണക്കാണിത്. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്നതിന് പകരം ഈ വിസയാണ് തീർത്ഥാടകർക്ക് നൽകുന്നത്. ഈ മാസം 24 മുതലാണ് ഇന്ത്യൻ ഹാജിമാർ പുണ്യഭൂമിയിലെത്തുക. ഗോവയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം 420 തീർത്ഥാടകരുമായി രാവിലെ 8:30 മദീന അമീർ മുഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. അംബാസഡർ അഹമ്മദ് ജാവേദിന്റെ നേതൃത്വത്തിൽ ഹാജിമാരെ സ്വീകരിക്കും. On this first day, that's on 24th July, 7 other flights will also arrive from India, and this time all the Hajis are being accommodated in Markazia in Medina. തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. നാട്ടിൽ നിന്നും ഡെപ്യൂട്ടേഷനുള്ള ഉദ്യോഗസ്ഥരും മദീനയിലെത്തി തുടങ്ങി. ഹാജിമാരുടെ സേവനത്തിനായി 598 ഉദ്യോഗസ്ഥരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വരുന്നത്. 170 ഡോക്ടർമാരും 176 പാരാമെഡിക്കൽ സ്റ്റാഫും ഇതിൽ ഉൾപ്പെടും. ഇവരിൽ 300 പേർ ഇതിനകം ജിദ്ദയിലെത്തി. 3 ദിവസത്തിനകം മുഴുവൻ പേരും ഹജ്ജ് മിഷന്റെ ഭാഗമാവും. ഹാജിമാർക്ക് വിതരണം ചെയ്യാനായി 1,25,000 സിം കാർഡുകൾ ഇതിനകം ഇന്ത്യയിലെത്തിച്ചു. ഹാജിമാർക്ക് നാട്ടിൽ നിന്നും സിം കാർഡ് ലഭിക്കുമെങ്കിലും സൗദിയിലെത്തി വിരലടയാളം നൽകിയാൽ മാത്രമേ അവ പ്രവർത്തിക്കുകയുള്ളൂ. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ. ഫാഷിസ്റ്റ് ശക്തികളെ അധികാരത്തിലേറാൻ സഹായിച്ച ഇന്ത്യൻ മധ്യവർഗം അയച്ചുവിടുന്ന ദളിത് ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരായ പ്രതിഷേധം ശുഭസൂചകമെന്ന് ഫോക്കസ് സൗദി സംഘടിപ്പിച്ച ടേബിൾ ടോക്കിൽ വിലയിരുത്തൽ. നോട്ട് ഇൻ മൈ നെയിം എന്ന ഹാഷ്ടാഗിലൂടെ പ്രതികരിക്കാൻ തയ്യാറായത് ജനാധിപത്യ മതേതര പക്ഷത്തിന് ആശ്വാസകരമാണ്. ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ, ലിബറലുകൾ, പ്രാദേശിക കക്ഷികൾ, ഇടതുപക്ഷം എന്നിവയുടെ ഐക്യനിര കെട്ടിപ്പടുത്ത് ശക്തി പകരണമെന്നും ടേബിൾ ടോക്ക് വിലയിരുത്തി. ബഷീർ വള്ളിക്കുന്ന്, ഷരീഫ് സാഗർ, മുഹമ്മദ് ഇക്ബാൽ, ജഗന്നാഥൻ എന്നിവർ പങ്കെടുത്തു. റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റിയുടെ 6ാമത് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 21-ന് ആരംഭിക്കും. അൽഖർജ് റോഡിലെ ഇസ്കാൻ ഗ്രൗണ്ടിൽ വൈകിട്ട് 5-ന് മത്സരം ആരംഭിക്കും. മലയാളിയായ ഇന്ത്യൻ ദേശീയ താരം അനസ് എടത്തൊടിക മുഖ്യാതിഥിയായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25,000 റിയാൽ പ്രൈസ് മണിയും ട്രോഫിയും ജേതാക്കൾക്ക് സമ്മാനിക്കും. 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ വെള്ളിയാഴ്ചകളിൽ 4 മത്സരങ്ങൾ വീതം നടക്കും. സൗദിയിലെ 8 പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. സന്ദർശക വിസയിലെത്തിയ മുൻ പ്രവാസി ജിദ്ദയിൽ മരിച്ചു. മലപ്പുറം കുന്നുമൽ സ്വദേശി പെരുവൻകുഴിയിൽ മൊയ്തീൻകുട്ടി ഹാജിയാണ് മരിച്ചത്. ഭാര്യയുടെ മരണശേഷം മകൻ വീരാൻ ബാവയോടൊപ്പം സന്ദർശക വിസയിൽ ജിദ്ദയിൽ താമസിച്ചു വരികയായിരുന്നു. മൃതദേഹം കന്ദ്ര മക്ബറയിൽ മറവു ചെയ്തു. മലയാളി ജിദ്ദയിൽ മരിച്ചു. പട്ടാമ്പി കരിങ്ങനാട് സ്വദേശി ഉമർ എടത്തേളാണ് മരിച്ചത്. 25 വർഷമായി ജിദ്ദയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് ജിദ്ദയിലെ കിങ് ഫഹദ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചാണ് മരണം. മൃതദേഹം കന്ദ്ര മക്ബറയിൽ കബറടക്കി. ഫൈസലിയ യൂണിറ്റ് ICF പ്രവർത്തകനായിരുന്നു. ഇന്നത്തെ മീഡിയ സ്റ്റവർ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.